എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ തോരനായിട്ട് എടുത്തിരിക്കുന്നത് കൂണും ചീരയുമാണ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും വളരെ വൈറ്റമിൻസ് ഉള്ള ഒന്നാണ്. കൂണിൽ വൈറ്റമിൻ ഡി, പിന്നെ ചീരയിലാണെങ്കിൽ കാൽസ്യം, അയൺ അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു തോരനാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് കടുക് പൊട്ടിക്കുക. അതേസമയം തന്നെ തേങ്ങ, കുറച്ച് പെരിഞ്ചീരകം, ചെറിയ ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മളൊരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പില കൂടി ചേർക്കാം നമുക്ക്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരൻ റെസിപ്പിയാണ്. ഞാൻ ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ പറയുന്നില്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം വിശദമായിട്ട് കൊടുക്കുന്നതാണ്. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോഴേക്കും ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണും ചീരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടച്ചു വെക്കാനായിട്ട് പാടില്ല. അടച്ചു വെച്ചാൽ ഇതിൽ നിറയെ വെള്ളം വന്നിട്ട് ഇതൊന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് അടച്ചു വെക്കാതെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ ഇലക്കറികളും കൂണും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ തേങ്ങ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് കറക്കുകയേ ചെയ്യാവുള്ളൂ, നന്നായിട്ട് അരയാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നമ്മുടെ കൂണിലേക്കും ചീരയിലേക്കും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് തുറന്ന് വെച്ചാണ് വേവിക്കേണ്ടത്. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ ഇതിന് മുകളിൽ നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വേവിക്കുക. ഇത് വേവാനായിട്ട് കുറച്ച് സമയം മാത്രം മതി. അരപ്പിനി നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ട് ഇരിക്കുക ഡ്രൈ ആകുന്നത് വരെ. അപ്പോൾ നമ്മുടെ കൂൺതോരൻ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി. കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.